ഹലോ എവ്രി വൺ, ദിസ് ഇസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CBSE 8ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ സപ്ലിമെൻ്ററി ടെക്സ്റ്റ് ബുക്കായ ഇറ്റ് സോ ഹാപ്പൻ എന്ന ടെക്സ്റ്റ് ബുക്കിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് പ്രിൻസസ് സെപ്റ്റംബർ. പ്രിൻസസ് എന്ന് പറഞ്ഞാൽ രാജകുമാരി, സെപ്റ്റംബർ എന്നത് കുമാരിയുടെ പേരാണ്. എങ്ങനെ സെപ്റ്റംബർ എന്ന പേര് വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട്, ഇതിൽ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. പ്രിൻസസ് സെപ്റ്റംബർ, ലൈക്ക് ഈച്ച് വൺ ഓഫ് ഹർ ന്യൂമറസ് സിസ്റ്റേഴ്സ്, റിസീവ്സ് ദ ഗിഫ്റ്റ് ഓഫ് എ പാരറ്റ് ഇൻ എ ഗോൾഡൻ കേജ് ഓൺ ഹർ ഫാദേഴ്സ് ബർത്ത്ഡേ. അപ്പോൾ പ്രിൻസസ് സെപ്റ്റംബറിന്, ഈ രാജകുമാരിക്ക്, കൂട്ടത്തിൽ രാജകുമാരിമാർ 9 പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു പാരറ്റ്, തത്തയെ കിട്ടുന്നു. ഒരു ഗോൾഡൻ കേജിൽ തത്തയെ ആരാണ് സമ്മാനിക്കുന്നത്? ഫാദർ, അവരുടെ അച്ഛനായ രാജാവ് ഇവർക്കെല്ലാവർക്കും ഗോൾഡൻ കേജിൻ്റെ ഉള്ളിൽ ഒരു തത്തയെ സമ്മാനിക്കുന്നു. അപ്പോൾ എന്താണ് സാഹചര്യം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. പാരറ്റ് ഡൈസ്, പക്ഷേ ആ തത്ത മരിച്ചു പോകുന്നു. ബൈ ചാൻസ് എ സിംഗിങ് ബേർഡ് കംസ് ഇൻ ഇറ്റ്സ് പ്ലേസ്. മരിച്ചുപോയ തത്തയുടെ സ്ഥാനത്ത് ഒരു പാട്ട് പാടുന്ന ഒരു പക്ഷി വരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രിൻസസ് ഷോസ് ഓഫ് ഹർ പെറ്റ് ടു ദ സിസ്റ്റേഴ്സിന് ആ പെറ്റിനെ കാണിച്ചു കൊടുക്കുന്നു. ആൻഡ് ഹു അഡ്വൈസ് ഹർ ടു പുട്ട് ഇറ്റ് ഇൻ എ കേജ്. ആ സിസ്റ്റേഴ്സ് ഈ പക്ഷിയെ കേജിനകത്ത്, അതായത് കൂട്ടിനകത്ത് ഇടാൻ അവളോട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ കഥ എന്ന് നമുക്ക് നോക്കാം. ദ കിങ് ആൻഡ് ദ ക്യൂൻ ഓഫ് സിയാം ഹാഡ് മെനി ഡോട്ടേഴ്സ്. ഈ സിയാം എന്ന ഇപ്പോഴത്തെ തായ്ലൻഡാണ്. അവിടുത്തെ രാജാവിനും രാജ്ഞിക്കും ഒരുപാട് പെൺമക്കളുണ്ടായിരുന്നു. ആൻഡ് ദ ക്വീൻ സെഡ് ദാറ്റ് ഇറ്റ് കൺഫ്യൂസ്ഡ് ഹർ ടു ഹാവ് ടു റിമെമ്പർ സോ മെനി നെയിംസ്. ഇത്രയും പേരുകൾ, ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും പേര് ഓർത്തു വയ്ക്കുക എന്നത് കുറച്ച് കൺഫ്യൂഷനാണെന്ന് രാജ്ഞി പറഞ്ഞു. വൺ ഡേ ദ കിങ് ഡിസൈഡഡ് ടു കോൾ ദെം January, February, March, though of course in സിയാമീസിൽ അവരെ എല്ലാവരെയും ഓരോരുത്തരെയും ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പേര് കൊടുത്തു. ടിൽ ഹി കെയിം ടു ദ യങ്ങസ്റ്റ്, ഏറ്റവും താഴെയുള്ള ഈ രാജകുമാരി, ടു ഹൂം ഹി കോൾഡ് സെപ്റ്റംബർ. ഏറ്റവും ഒടുവിലത്തെ രാജകുമാരിക്ക് സെപ്റ്റംബർ എന്ന് പേര് വന്നു. അങ്ങനെയാണ് പ്രിൻസസ് സെപ്റ്റംബർ എന്ന ഈ കഥയുടെ തലക്കെട്ട്, ഹെഡിങ് വരുന്നത്. ദ കിങ് ഓഫ് സിയാം ഹാഡ് എ പെക്യൂലിയർ ഹാബിറ്റ്. രാജാവിന് ഒരു പ്രത്യേക ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് റിസീവിങ് ഗിഫ്റ്റ്സ് ഓൺ ഹിസ് ബർത്ത്ഡേ, ഹി ഗേവ് ദെം. ബർത്ത്ഡേയിൽ ഗിഫ്റ്റുകൾ വാങ്ങിക്കുന്നതിന് പകരം അദ്ദേഹം എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഹാബിറ്റ്. വൺ ഇയർ ഓൺ ഹിസ് ബർത്ത്ഡേ, ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയിൽ, ജന്മദിനത്തിൽ, നോട്ട് ഹാവിങ് എനിത്തിങ് എൽസ് ഹാൻഡി, വേറൊന്നും പ്രത്യേകിച്ച് കൊടുക്കാൻ തോന്നാത്തത് കൊണ്ട്, അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഹി ഗേവ് ഈച്ച് ഓഫ് ഹിസ് ഡോട്ടേഴ്സ് എ ഗ്രീൻ പാരറ്റ് ഇൻ എ ഗോൾഡൻ കേജ്. എല്ലാ പെൺമക്കൾക്കും, എല്ലാ ഡോട്ടേഴ്സിനും അവർ എന്താ കൊടുത്തത്? ഒരു പച്ച പാരറ്റ് ഇൻ എ ഗോൾഡൻ കേജ്. ഗോൾഡൻ കേജിൽ ഒരു സ്വർണ്ണ കൂട്ടിനകത്ത് ഗ്രീനായിട്ടുള്ള, അതായത് പച്ച നിറത്തിലുള്ള തത്തയെ കൊടുത്തു. ദ പ്രിൻസസസ് വെർ വെരി പ്രൗഡ് ഓഫ് ദെയർ പാരറ്റ്സ് and they spend an hour every day in teaching them to talk. അപ്പോൾ പ്രിൻസസ്, ആ രാജകുമാരികൾക്കെല്ലാം അവർക്കെല്ലാം വളരെ സന്തോഷമായി ഈ പാരറ്റ്സിന് കിട്ടിയതുകൊണ്ട്. ആൻഡ് ദേ സ്പെൻഡ് an hour every day, എല്ലാ ദിവസവും 1 മണിക്കൂറോളം അവർ
ആ തത്തയെ സംസാരിക്കാനായിട്ട് പഠിപ്പിക്കും. പ്രസൻ്റ്ലി ഓൾ ദ പാരറ്റ്സ് കുഡ് സേ, ഇപ്പോൾ എല്ലാ തത്തകൾക്കും എന്ത് പറയാൻ പറ്റും? ഗോഡ് സേവ് ദ കിങ്, ഗോഡ് സേവ് ദ കിങ്, അതായത് ദൈവം ഞങ്ങളുടെ രാജാവിനെ രക്ഷിക്കട്ടെ. ആൻഡ് സം ഓഫ് ദെം കുഡ് സേ, ചില തത്തകൾ പറയും പ്രിറ്റി പോളി ഇൻ നോ ലെസ് ദാൻ 7 ഓറിയൻ്റൽ ലാംഗ്വേജസ്. അതായത് 7 ഓറിയൻ്റൽ ലാംഗ്വേജസിൽ 7 പലതരത്തിലുള്ള ഭാഷയിൽ ഇങ്ങനെ തത്തകൾ സംസാരിക്കും. സിയാം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തായ്ലൻഡാണ്. ഹാൻഡി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ. ഓറിയൻ്റൽ എന്ന് പറഞ്ഞാൽ ദി ഈസ്റ്റ് കിഴക്ക് ഭാഗത്തുള്ള സ്ഥലത്തെയാണ് പറയുന്നത്, ഓറിയൻ്റൽ കൺട്രീസ്. ഓക്കെ, ബട്ട് വൺ ഡേ വെൻ പ്രിൻസസ് സെപ്റ്റംബർ വെൻ ടു സേ ഗുഡ് മോർണിംഗ് to her parrot, she found it lying dead at the bottom of its golden cage. But one day, ഒരു ദിവസം പ്രിൻസസ് രാവിലെ ഗുഡ് മോർണിംഗ് പറയാനായിട്ട് ആ പാരറ്റിനോട് ഗുഡ് മോർണിംഗ് പറയാനായിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഷി ഫൗണ്ട് ഇറ്റ് ലൈങ് ഡെഡ് അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്സ് ഗോൾഡൻ കേജ്. ആ സ്വർണ്ണ കേജിൻ്റെ ഉള്ളിൽ, അതിൻ്റെ താഴെ, അതിൻ്റെ ബോട്ടത്തിൽ ഈ പാരറ്റ് ചത്ത് കിടക്കുന്നതാണ് കണ്ടത്. പ്രിൻസസ് സെപ്റ്റംബർ നോക്കിയപ്പോൾ പ്രിൻസസ് സെപ്റ്റംബറിൻ്റെ പാരറ്റ് മരിച്ചു കിടക്കുന്നു, ചത്ത് കിടക്കുന്നു. ഷീ ബേസ്റ്റ് ഇൻ ടു എ ഫ്ലഡ് ഓഫ് ടിയേഴ്സ്, ഒരുപാട് കരഞ്ഞു. ആൻഡ് നത്തിങ് ദാറ്റ് ഹെർ മെയ്ഡ്സ് ഓഫ് ഓണർ കുഡ് സേ കംഫർട്ടഡ് ഹെയർ. മെയ്ഡ്സ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ ദാസിമാർ, അല്ലെങ്കിൽ ഈ പ്രിൻസസിനെ നോക്കുന്ന സ്ത്രീകൾ, അവർ പറഞ്ഞതൊന്നും ഇവളെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും അവളെ സമാധാനിപ്പിക്കാൻ പറ്റിയില്ല. ആൻഡ് ഷീ ക്രൈഡ് സോ മച്ച് ദാറ്റ് ദ മെയ്ഡ്സ് ഓഫ് ഓണർ നോട്ട് നോയിങ് വാട്ട് ടു ഡു ടോൾ ദ ക്വീൻ. അപ്പോൾ മെയ്ഡ്സ് ഓഫ് ഓണർ, ആ ദാസിമാർക്ക്, വേലക്കാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ രാജ്ഞിയോട് പറഞ്ഞു, പ്രിൻസസ് സെപ്റ്റംബറിൻ്റെ അമ്മയോട് പറഞ്ഞു. ആൻഡ് ദ ക്വീൻ സെഡ് ഇറ്റ് വാസ് ടഫ് ആൻഡ് നോൺസെൻസ്, ഇത് നോൺസെൻസാണ്. ആൻഡ് ദ ചൈൽഡ് ഹാഡ് ബെറ്റർ ടു ഗോ ബെഡ് വിത്തൗട്ട് എനി സപ്പർ, അതായത് അത്താഴം കൊടുക്കാതെ അവളെ ഉറക്കിക്കോ എന്ന് അവരോട് പറഞ്ഞു, വേലക്കാരോട് പറഞ്ഞു. ദ മെയ്ഡ്സ് ഓഫ് ഓണർ വാണ്ടഡ് ടു ഗോ ടു പാർട്ടി, ഈ വേലക്കാരിമാർക്ക് പാർട്ടിയിൽ പോകണമായിരുന്നു. സോ ദേ പുട്ട് പ്രിൻസസ് സെപ്റ്റംബർ ടു ബെഡ് ആസ് ക്വിക്ക്ലി ആസ് ദേ കുഡ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രിൻസസ് സെപ്റ്റംബറിനെ, ഈ രാജകുമാരിയെ റൂമിലാക്കി അവരെ ഉറങ്ങാനായിട്ട് അവളുടെ റൂമിലോട്ട് വിട്ടു. ആൻഡ് ലെഫ്റ്റ് ഹെർ ബൈ ഹെർ സെൽഫ്, അവളുടെ പാട്ടിന് വിട്ടിട്ട് അവർ പോയി. ആൻഡ് വൈൽ ഷീ ലേ ഇൻ ഹെർ ബെഡ്, അപ്പോൾ അവൾ, ഈ പ്രിൻസസ് സെപ്റ്റംബർ ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ ക്രൈങ് സ്റ്റിൽ ഈവൻ ദോ ഷീ ഫെൽറ്റ് റാദർ ഹംഗ്രി, അവൾക്ക് വിശക്കുന്നുണ്ടെങ്കിലും അവൾ കരയുകയായിരുന്നു. ആൻഡ് ഷീ സോ എ ലിറ്റിൽ ബേർഡ് ഹോപ്പ് ഇൻ ടു ഹെർ റൂം, അപ്പോൾ അവളെന്ത് കണ്ടു? ഒരു ചെറിയ പക്ഷി അവളുടെ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറിയത് കണ്ടു. ഷീ വൈപ്ഡ് ഹെർ ടിയേഴ്സ് ആൻഡ് സാറ്റ് അപ്പ്, അവളുടെ കണ്ണുനീര് തുടച്ചിട്ട് എണീറ്റിരുന്നു. ദെൻ ദ ലിറ്റിൽ ബേർഡ് ബിഗാൻ ടു സിങ്, എന്നിട്ട് ആ ചെറിയ പക്ഷി പാട്ട് പാടാൻ തുടങ്ങി. ആൻഡ് ഹി സാങ് എ ബ്യൂട്ടിഫുൾ സോങ് ഓൾ അബൌട്ട് ദ ലേക്ക് ഇൻ ദ കിങ്സ് ഗാർഡൻ. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു പാട്ട് പാടി. എന്തിനൊക്കെ കുറിച്ചാണ് പാടിയത്? ഓൾ അബൌട്ട് ദ ലേക്ക് ഇൻ ദ കിങ്സ് ഗാർഡൻ, രാജാവിൻ്റെ ഗാർഡനിലെ ആ ലേക്കിനെ കുറിച്ചും, ദ വില്ലോ ട്രീസ്, വില്ലോ മരങ്ങളെക്കുറിച്ചും, ദാറ്റ് ലുക്ക്ഡ് അറ്റ് ദെംസെൽഫ് ഇൻ ദ സ്റ്റിൽ വാട്ടർ, അതായത് അനങ്ങാതെ നിൽക്കുന്ന ആ വെള്ളത്തിൽ കാണുന്ന പ്രതിബിംബങ്ങളെ നോക്കി നിൽക്കുന്ന ആ മരങ്ങളെക്കുറിച്ചും, ആൻഡ് ദി ഗോൾഡ് ഫിഷ് ദാറ്റ് ഗ്ലൈഡഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ദാറ്റ് വർ റിഫ്ലക്റ്റഡ് ഇൻ ഇറ്റ്. ആ ലേക്കിൻ്റെ ഉള്ളിൽ ഈ മരങ്ങളുടെ റിഫ്ലക്ഷൻ ഉണ്ട്, മരങ്ങളെ ആ വെള്ളത്തിനുള്ളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന, ഒഴുകി നടക്കുന്ന ഗോൾഡ് ഫിഷിനെ കുറിച്ചൊക്കെയാണ് പാടിയത്. വെൻ ഹി ഹാഡ് ഫിനിഷ്ഡ്, അങ്ങനെ അവൻ ആ പാട്ട് ഫിനിഷ് ചെയ്തപ്പോൾ ദ പ്രിൻസസ് വാസ് നോട്ട് ക്രൈയിങ് എനിമോർ, പ്രിൻസസ്, ആ രാജകുമാരി അപ്പോൾ കരയുകയായിരുന്നില്ല.
അവൾ കരച്ചിൽ നിർത്തി. ആൻഡ് ഷീ ക്വൈറ്റ് ഫൊഗോട്ട് ദാറ്റ് ഷീ ഹാഡ് നോ സപ്പർ. അവൾ മറന്നു കഴിഞ്ഞിരുന്നു. അവൾ ഭക്ഷണം പോലും അല്ലെങ്കിൽ അത്താഴം പോലും കഴിച്ചിട്ടില്ല എന്ന് അവൾ മറന്നു. ആൻഡ് ദാറ്റ് വാസ് എ വെരി നൈസ് സോങ് ഷീ സെഡ്. അപ്പോൾ അവൾ പറഞ്ഞു അത് വളരെ നല്ല പാട്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞു. മെയ്ഡ്സ് ഓഫ് ഓണർ വുമൻ അറ്റൻഡിങ് ദ പ്രിൻസസ്. പ്രിൻസസിന് നോക്കുന്ന വേലക്കാരികളാണ്. ദ ലിറ്റിൽ ബേർഡ് ഗേവ് ഹർ ബോ. അപ്പോൾ ലിറ്റിൽ ബേർഡ് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, വുഡ് യു കെയർ ടു ഹാവ് മീ ഇൻ പ്ലേസ് ഓഫ് യുവർ പാരറ്റ്? നിൻ്റെ പാരറ്റിൻ്റെ പ്ലേസിൽ ഞാൻ വന്നാൽ അതിന് പകരമായിട്ട് ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? സെഡ് ദ ലിറ്റിൽ ബേർഡ്. ആ ലിറ്റിൽ ബേർഡ് പറഞ്ഞു, ഇറ്റ്സ് ട്രൂ ദാറ്റ് ഐ ആം നോട്ട് സോ പ്രിറ്റി ടു ലുക്ക് അറ്റ്. ശരിയാണ്, ഞാൻ കാണാൻ അത്ര സൗന്ദര്യമൊന്നുമില്ല, ബ്യൂട്ടിഫുൾ അല്ല. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഐ ഹാവ് എ മച്ച് ബെറ്റർ വോയിസ്. എനിക്ക് വളരെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ശബ്ദമുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ പ്രിൻസസ് സെപ്റ്റംബർ ക്ലാപ്ഡ് ഹർ ഹാൻഡ്സ് വിത്ത് ഡിലൈറ്റ്. അപ്പോൾ പ്രിൻസസ് സെപ്റ്റംബർ ഇഷ്ടമായി. 2 കൈയെടുത്ത് കൈകൊട്ടി സന്തോഷത്തിൽ, ഡിലൈറ്റ് എന്ന് പറഞ്ഞ സന്തോഷത്തിൽ കൈകൊട്ടി. ആൻഡ് ദെൻ ദ ലിറ്റിൽ ബേർഡ് ഹോപ്ഡ് ഓൺ ടു ദ എൻഡ് ഓഫ് എ ബെഡ് ആൻഡ് സാങ് ഹർ ടു സ്ലീപ്പ്. അങ്ങനെ ആ ലിറ്റിൽ ബേർഡ് പ്രിൻസസ് സെപ്റ്റംബറിൻ്റെ ബെഡിൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് സാങ് ഹർ ടു സ്ലീപ്പ് പാടി, പിന്നെയും പാട്ട് പാടി. അപ്പോൾ പ്രിൻസസ് സെപ്റ്റംബർ പാടി ഉറക്കിയെന്നു. വെൻ ഷീ വോക്ക് അപ്പ് നെക്സ്റ്റ് ഡേ ദ ലിറ്റിൽ ബേർഡ് വാസ് സ്റ്റിൽ ദെയർ. അപ്പോൾ ഈ രാജകുമാരി പ്രിൻസസ് സെപ്റ്റംബർ രാവിലെ എണീറ്റപ്പോൾ ആ ബേർഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ആസ് ഷീ ഓപ്പൺ ഹർ ഐസ് ഹീ സെഡ്. അപ്പോൾ കണ്ണ് തുറന്നപ്പോൾ പക്ഷി പറഞ്ഞു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. ദ മെയ്ഡ്സ് ഓഫ് ഓണർ ബ്രോട്ട് ഇൻ ഹർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വേലക്കാരികൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. ആൻഡ് ഹി എയ്റ്റ് റൈസ് ഔട്ട് ഓഫ് ഹർ ഹാൻഡ് ആൻഡ് ഹി ഹാഡ് ഹിസ് ബാത്ത് ഇൻ എ സോസർ. അപ്പോൾ റൈസ് കഴിച്ചു, അങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നു പക്ഷി. ഹി ബിഗാൻ ടു സിങ് അഗെയിൻ സോ ബ്യൂട്ടിഫുള്ളി. എന്നിട്ട് അവൻ പിന്നെയും പാട്ട് പാടാൻ തുടങ്ങി, വളരെ മധുരമായി മനോഹരമായിട്ട്. ദാറ്റ് ദ മെയ്ഡ്സ് ഓഫ് ഓണർ വർ ക്വൈറ്റ് സർപ്രൈസ്ഡ്. ആ മെയ്ഡ്സിന് വേലക്കാരികൾ വളരെ സർപ്രൈസായി. ഫോർ ദേ ഹാഡ് നെവർ ഹേർഡ് എനിത്തിങ് ലൈക്ക് ഇറ്റ്. ഇങ്ങനെയുള്ള പാട്ട് ഒരിക്കലും അവർ കേട്ടിരുന്നില്ല. ദെൻ പ്രിൻസസ് സെപ്റ്റംബർ വാസ് വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി. വളരെ പ്രൗഡും ഹാപ്പിയുമായി പ്രിൻസസ് സെപ്റ്റംബർ. നൗ ഐ വോണ്ട് ടു ഷോ യു ടു മൈ 8 sisters, said the princess. പ്രിൻസസ് പറഞ്ഞു, എനിക്കിനി എൻ്റെ 8 സിസ്റ്റേഴ്സിനെ, സഹോദരിമാരെ നിന്നെ കാണിച്ചു കൊടുക്കണം. ആൻഡ് ഷീ സ്ട്രെച്ച്ഡ് ഔട്ട് ദ ഫസ്റ്റ് ഫിംഗർ ഓഫ് എ റൈറ്റ് ഹാൻഡിലെ ഫസ്റ്റ് ഫിംഗർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, നീട്ടിക്കൊടുത്തു. സോ ദാറ്റ് ഇറ്റ് സെർവ്ഡ് ആസ് എ പേഴ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. ആൻഡ് ദ ലിറ്റിൽ ബേർഡ് ഫ്ലൂ ഡൗൺ ആൻഡ് സാറ്റ് ഓൺ ഇറ്റ്. ആ വിരൽ തുമ്പിൽ വന്നിരുന്നു. ആൻഡ് ദെൻ ഫോളോഡ് ബൈ ഹർ മെയ്ഡ്സ് ഓഫ് ഓണർ. വേലക്കാരികളുടെ കൂടെ ആ പക്ഷിയും പ്രിൻസസും പോയി. ആൻഡ് ഷീ വെൻറ്റ് ത്രൂ ദ പാലസ് ആൻഡ് കോൾഡ് ഓൺ ഈച്ച് ഓഫ് ദ പ്രിൻസസസ്. അപ്പോൾ പാലസിൻ്റെ ഉള്ളിലൂടെ പോയി എല്ലാ രാജകുമാരിമാരെയും വിളിച്ചു. ആൻഡ് ഫോർ ഈച്ച് ഓഫ് ദെം ദ ലിറ്റിൽ ബേർഡ് സാങ് എ ഡിഫറെൻറ്റ് സോങ്. ഓരോരുത്തർക്കും ഓരോരോ പാട്ട് പാടിക്കൊടുത്തു ഈ ലിറ്റിൽ ബേർഡ്. ബട്ട് ദ പാരറ്റ്സ് കുഡ് ഓൺലി സേ, പാരറ്റ്സിന് എന്താ പറയാൻ പറ്റുക? ഗോഡ് സേവ് ദ കിങ് ആൻഡ് പ്രിറ്റി പോലി എന്നൊക്കെ ഇതേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ലിറ്റിൽ ബേർഡ് ഫുൾ പാട്ടാണ് പാടുന്നത്. ആൻഡ് at last she showed the little bird to the king and the queen. രാജാവിനും രാജ്ഞിക്കും അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. ആൻഡ് they were surprised and delighted. അവർക്ക് സർപ്രൈസായി, സന്തോഷമായി. ആൻഡ് I knew I was right to send you to bed without any supper, said the queen. അപ്പോൾ രാജ്ഞി പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഞാൻ ചെയ്തത് ശരിയാണെന്ന്. എന്താ ചെയ്തത്? തലേ ദിവസം
ഈ പ്രിൻസസ് സെപ്റ്റംബറിന് അത്താഴം കൊടുക്കാതെ ഉറക്കിയത്. ദിസ് ബേർഡ് സിങ്സ് മച്ച് ബെറ്റർ ദാൻ ദ പാരറ്റ്സ് സെഡ് ദ കിങ്. രാജാവ് പറഞ്ഞു, ഈ ബേർഡ് മറ്റ് പാരറ്റ്സിനേക്കാളെല്ലാം നന്നായിട്ട് പാടുന്നു. ഐ ഷുഡ് ഹാവ് തോട്ട് യു ഗോട്ട് ക്വൈറ്റ് ടയർഡ് ഓഫ് ഹിയറിങ് പീപ്പിൾ സേ ഗോഡ് സേവ് ദ കിങ് സെഡ് ദ ക്യൂൻ. ക്യൂൻ അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് തോന്നി നിങ്ങളും രാജാവിനോട് പറയാണ് ഗോഡ് സേവ് ദ കിങ് എന്ന് എല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങൾ മടുത്തിരിക്കും. ഐ കാൺ തിങ്ക് വൈ ദീസ് ഗേൾസ് വാണ്ടഡ് ടു ടീച്ച് ദെയർ പാരറ്റ്സ് ടു സേ ഇറ്റ് ടു. എനിക്കറിയില്ല എന്തിനാണ് ഈ ഗേൾസ്, ഈ പെൺകുട്ടികളെല്ലാം അവരുടെ പാരറ്റ്സിനോട്, തത്തയോട് ഗോഡ് സേവ് ദ കിങ് എന്ന് തന്നെ പറയാൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓൾറെഡി ആൾക്കാർ പറഞ്ഞത് കേട്ട് മടുത്തിരിക്കുകയാണ്. ദ സെൻറ്റിമെൻറ്റ് ഈസ് അഡ്മിറബിൾ സെഡ് ദ കിങ്. കിങ് പറഞ്ഞു, ആൻഡ് ഐ നെവർ മൈൻഡ് ഹൗ ഓഫൺ ഐ ഹിയർ ഇറ്റ്. ഞാൻ ശ്രദ്ധിക്കാറ് പോലുമില്ല എത്ര പ്രാവശ്യം ഗോഡ് സേവ് ദ കിങ് ആൾക്കാർ പറയുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കാറ് പോലുമില്ല. ബട്ട് ഐ ഡു ഗെറ്റ് ടയർഡ് ഓഫ് ഹിയറിങ് ദോസ് പാരറ്റ്സ് സേ പ്രിറ്റി പോലി. അപ്പോൾ ഈ പാരറ്റ്സ് പ്രിറ്റി പോലി എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് മടുക്കുകയാണ്. ആൻഡ് ദേ സേ ഇറ്റ് ഇൻ 7 ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതും 7 പല ഭാഷകളിലാണ് പറയുന്നത്. സെഡ് ദ പ്രിൻസസ് പറയുകയാണ്. അപ്പോൾ ഐ ഡെയർ സേ ദേ ഡു. ശരിയാണ് അവർ പറയുന്നു സെഡ് ദ കിങ്. ബട്ട് ഇറ്റ് റിമൈൻഡ്സ് മീ ടു മച്ച് ഓഫ് മൈ കൗൺസിലേഴ്സ്. എൻ്റെ കൗൺസിലേഴ്സിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് കേൾക്കുമ്പോൾ. ദേ സേ ദ സെയിം തിങ് ഇൻ 7 ഡിഫറെൻറ്റ് വേയ്സ്. അവർ ഒരു കാര്യം തന്നെ 7 പല വിധത്തിൽ 7 വിധത്തിലാണ് അവർ ഓരോ കാര്യവും പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ 7 ലാംഗ്വേജിൽ പറയുമ്പോൾ എനിക്ക് ആ കൗൺസിലേഴ്സിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിത്തിങ് ഇൻ എനി വേ ദേ സേ ഇറ്റ്. എന്തിനെക്കുറിച്ചും അവർ പല വിധത്തിൽ 7 വിധത്തിൽ അവർ പറയാറുണ്ട്. പെർച്ച് എന്ന് പറഞ്ഞാൽ പ്ലേസ് വെയർ ദ ബേർഡ് സിറ്റ്സ് ഓർ റെസ്റ്റ്. ഐ ഡെയർ സേ, ഐ അഗ്രി, ഐ ആക്സെപ്റ്റ്, ദാറ്റ് ഈസ് ട്രൂ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദ പ്രിൻസസ് വെയർ വെക്സ്ഡ് അറ്റ് ദിസ്. വെക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രസ്ഡ്, വറീഡ് അബൌട്ട് ദിസ്, വെക്സ്ഡ് അറ്റ് ദിസ്. ആൻഡ് ദ പാരറ്റ്സ് ലുക്ക്ഡ് വെരി ഗ്ലം ഇൻഡീഡ്. ഗ്ലം എന്ന് പറഞ്ഞാൽ സാഡ്. ഇപ്പോൾ പ്രിൻസസസ് മറ്റുള്ള രാജകുമാരിമാർക്കൊക്കെ സങ്കടം തോന്നി. സങ്കടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അസൂയ തോന്നി. അതുപോലെ തന്നെ അവരുടെ പാരറ്റ്സ് എല്ലാം സാഡായിരിക്കുന്നു. ബട്ട് ദ പ്രിൻസസ് സെപ്റ്റംബർ റാൻ ത്രൂ ഓൾ ദ റൂംസ് ഓഫ് ദ പാലസ്. പാലസിലെ എല്ലാ റൂമിലൂടെയും ഓടി നടക്കുകയാണ് പ്രിൻസസ് സെപ്റ്റംബർ, സിംഗിങ് ലൈക്ക് എ ലാർക്ക്. ലാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടുന്ന പക്ഷി, കുരുവി. വൈൽ ദ ലിറ്റിൽ ബേർഡ് ഫ്ലൂ റൗണ്ട് ആൻഡ് റൗണ്ട് ഹർ സിംഗിങ് ലൈക്ക് എ നൈറ്റിംഗേൽ. ഒരു നൈറ്റിംഗേലിനെ പോലെ പാടി ആ ലിറ്റിൽ ബേർഡ് അവിടെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ദിസ് വെൻറ്റ് ഓൺ ലൈക്ക് ദിസ് ഫോർ സെവറൽ ഡേയ്സ്. പല ദിവസം ഇങ്ങനെ കടന്നുപോയി. ദെൻ ദ 8 പ്രിൻസസസ് പുട്ട് ദെയർ ഹെഡ്സ് ടുഗെദർ. ഈ 8 സഹോദരിമാർ പുട്ട് ദെയർ ഹെഡ്സ് ടുഗെദർ എന്ന് പറഞ്ഞാൽ അവർ കൂടിയാലോചിച്ചു. ആൻഡ് ദേ വെൻറ്റ് ടു സെപ്റ്റംബർ ആൻഡ് സാറ്റ് ഡൗൺ ഇൻ എ സർക്കിൾ റൗണ്ട് ഹർ. അവർ പ്രിൻസസ് സെപ്റ്റംബറിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൾക്ക് ചുറ്റും ഒരു സർക്കിളിലിരുന്നു. മൈ പുവർ സെപ്റ്റംബർ, ദേ സെഡ്. എൻ്റെ പാവം സെപ്റ്റംബറെ, വി ആർ സോറി ഫോർ ദ ഡെത്ത് ഓഫ് യു ബ്യൂട്ടിഫുൾ പാരറ്റ്. നിൻ്റെ ബ്യൂട്ടിഫുൾ പാരറ്റ് അത് ചത്തുപോയതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ഡ്രെഡ്ഫുൾ ഫോർ യു നോട്ട് ടു ഹാവ് എ പെറ്റ് ബേർഡ് ആസ് വി ഹാവ്. ഞങ്ങൾക്കുള്ള പോലെ ഒരു പെറ്റ് ബേർഡ് നിനക്കില്ലാത്തതിൽ ഞങ്ങൾക്ക് അതിയായ സങ്കടമുണ്ട്. സങ്കടമല്ല, അവർക്ക് ശരിക്കും അവർക്ക് അസൂയായിരുന്നു. സോ വി ഹാവ് ഓൾ പുട്ട് അവർ പോക്കറ്റ് മണി together and we are going to buy you a lovely green and yellow parrot. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പോക്കറ്റ് മണി ഇട്ടിട്ട് നിനക്ക് ഒരു ഗ്രീൻ യെല്ലോ പാരറ്റിനെ വാങ്ങിത്തരും. താങ്ക് യു ഫോർ നത്തിങ്. അപ്പോൾ പറഞ്ഞു താങ്ക് യു. സെപ്റ്റംബർ പറഞ്ഞു, ഐ ഹാവ് എ പെറ്റ് ബേർഡ് വിച്ച് സിങ്സ് ദ മോസ്റ്റ് ചാമിങ് സോങ്സ് ടു മീ. എനിക്ക് വളരെ നല്ല പാട്ടുകൾ പാടിത്തരുന്ന എനിക്കൊരു പെറ്റ് ബേർഡ് ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഓൺ എർത്ത് I should do with a green and yellow parrot.
ഒരു ഗ്രീൻ യെല്ലോ പാരറ്റിനെ കൊണ്ട് എന്താണ് ഞാൻ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്നത്, എനിക്കതിനെക്കുറിച്ചൊന്നും അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. വെൽ മൈ ഡിയർ ദേ സെഡ്, അപ്പോൾ അവർ പറഞ്ഞു ശരി. ഇറ്റ്സ് absurd to talk of your bird when the little fellow flies in and out just as he likes. അപ്പോൾ ആ ചെറിയ പക്ഷിക്കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ വരും, തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോവും. അപ്പോൾ അതിനെ ഒരു പെറ്റ് ബേർഡ് എന്ന് പറയാൻ പറ്റില്ല. ദേ ലുക്ക്ഡ് റൗണ്ട് ദ റൂം ആൻഡ് റേസ് ദെയർ ഐബ്രോസ്. എന്നിട്ട് റൂമിന് ചുറ്റും നോക്കിയിട്ട് കണ്ണുകൾ ഇങ്ങനെ ഐബ്രോ മുകളിലോട്ട് ഉയർത്തി. ആൻഡ് ഗ്ലം എന്ന് പറഞ്ഞാൽ സാഡ്, പുട്ട് ദെയർ ഹെഡ്സ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഡിസ്കസ്ഡ് എമംഗ്സ് ദെംസെൽഫ് ടു ടേക്ക് എ ഡിസിഷൻ. അപ്പോൾ നോക്കിയിട്ട് ചോദിച്ചു, ഡു യു മൈൻഡ് ആർ ആസ്കിങ് വെയർ യുവർ ബേർഡ് ഈസ് നൗ? ദേ സെഡ്, അവർ ചോദിച്ചു, അവർ പറഞ്ഞു, നിനക്ക് ഞങ്ങൾ ചോദിച്ചാൽ മൈൻഡ് ചെയ്യോ? എന്താണെന്ന് ചോദിച്ചാൽ നിൻ്റെ ബേർഡ് ഇപ്പോൾ എവിടെ, നിൻ്റെ ബേർഡ് പെറ്റ് ബേർഡ് എവിടെ ഇപ്പോൾ? ആൻഡ് ഹീ ഹാസ് ഗോൺ ടു പേ എ വിസിറ്റ് ടു ഹിസ് ഫാദർ-ഇൻ-ലോ. എൻ്റെ ഫാദർ-ഇൻ-ലോനെ കാണാൻ വേണ്ടിയിട്ട് ബേർഡ് പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. സെഡ് ദ പ്രിൻസസ് സെപ്റ്റംബർ. ആൻഡ് വാട്ട് മേക്സ് യു തിങ്ക് ഹി വിൽ കം ബാക്ക്? ആസ് ദ പ്രിൻസസസ്. ആ രാജകുമാരികൾ മറ്റുള്ളവർ ചോദിച്ചു, നിനക്ക് എങ്ങനെ പറയാൻ പറ്റും അവൻ തിരിച്ചു വരുമെന്ന്? ഹി ഓൾവേസ് ഡസ് കം ബാക്ക്, സെഡ് സെപ്റ്റംബർ. സെപ്റ്റംബർ പറഞ്ഞു, അവൻ എപ്പോഴും തിരിച്ചു വരാറുണ്ട്. വെൽ മൈ ഡിയർ, ശരിയാണ്, സെഡ് ദ 8 princesses. ഇഫ് യു വിൽ ടേക്ക് ആർ അഡ്വൈസ് യു വോണ്ട് റൺ എനി റിസ്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ നീ ഞങ്ങളുടെ അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ നിനക്കൊരു റിസ്ക്കും ഉണ്ടാവില്ല. ഇഫ് ഹി കംസ് ബാക്ക്, അവൻ തിരിച്ചു വരികയാണെങ്കിൽ, ആ ലിറ്റിൽ ബേർഡ് തിരിച്ചു വരികയാണെങ്കിൽ, ആൻഡ് മൈൻഡ് യു, ഇഫ് ഹി ഡസ് യു വിൽ ബി ലക്കി, അവൻ വന്നു കഴിഞ്ഞാൽ നീ ലക്കിയാണ്. പോപ്പ് ഹിം ഇൻ ടു ദ കേജിൽ അടയ്ക്കണം, കേജിൻ്റെ ഉള്ളിലോട്ടിട്ട്, ആൻഡ് കീപ് ഹിം ദെയർ, എന്നിട്ട് അതിലുള്ള അടച്ചു വയ്ക്കണം. ദാറ്റ്സ് ദ ഓൺലി വേ യു ക്യാൻ ബി ഷുവർ ഓഫ് ഹിം. അതേ നിവൃത്തിയുള്ളൂ. അവൻ പോവില്ല എന്നതിന്, അത് പോവാണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് ഐ ലൈക്ക് ടു ഹാവ് ഹിം ഫ്ലൈ അബൌട്ട് ദ റൂം. പക്ഷേ അപ്പോൾ സെഡ് ദ യങ് പ്രിൻസസ് സെപ്റ്റംബർ പറഞ്ഞു, എനിക്കും ഇഷ്ടം അവൻ ഈ റൂമിലെല്ലാം പറന്നു നടക്കുന്നതാണ്. സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ മറ്റൊരു പറയണത്, സെഡ് ദ സിസ്റ്റേഴ്സ് ഓമിനിയസ്ലി. എല്ലാവരും കൂടി പറയാണ്, സേഫ്റ്റി ഫസ്റ്റ്, സേഫ്റ്റിയാണ് ഫസ്റ്റ്. അവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ എന്ത് ചെയ്യണം, ആ കൂടിനുള്ളിൽ അടച്ചു വയ്ക്കണം. ആൻഡ് ദേ ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് ഔട്ട് ഓഫ് ദ റൂം. ഇവർ എണീറ്റിട്ട് റൂമിന് പുറത്തു പോയി, ഷേക്കിംഗ് ദെയർ ഹെഡ്സ്, തലകൂലിക്കൊണ്ട്. ആൻഡ് ദേ ലെഫ്റ്റ് സെപ്റ്റംബർ വെരി അൺഈസി. അപ്പോൾ അവർ അൺഈസി എന്ന് പറഞ്ഞാൽ അൺകംഫർട്ടബിളായിട്ട്, അതിന് സെപ്റ്റംബറിന് തോന്നി ഞാൻ എന്ത് ചെയ്യും എന്ന് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് അവരെല്ലാം അവിടെ നിന്ന് പോയി കളഞ്ഞു. പിന്നെ അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.